Audio Jungle. Audio Jungle. പ്രൈസ് ലോർഡ്. ബ്ലസ് പബ്ലിക്കേഷൻ അവതരിപ്പിക്കുന്ന ബ്ലസ് ബൈബിൾ കിസിലേക്ക് സ്വാഗതം. ഇന്ന് വിന്നറിനെ പറയാൻ പോകുകയാണ്. മൂന്നാമത്തെ ദിവസത്തെ വിന്നറിനെ പോവുകയാണ്. അതിനു മുമ്പേ ഇന്നലത്തെ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ തുരുത്തി എന്ന വേർഡ് ഇല്ല. അത് ക്യാൻസൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ആരും അയച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും അതിന് ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്. എല്ലാവരും ഏകദേശം 95% ആളുകളും ശരി ഉത്തരം തന്നെയാണ് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരിതിൽ എല്ലാവർക്കും മാർക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ അടുത്ത ദിവസം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഇവിടെ നിന്ന് ഒരു റെഫറൻസ് നമ്പർ എല്ലാവർക്കും തന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാം ഇതുപോലത്തെ ഒരു 6-7 ഡയറിയിൽ മൊത്തം എഴുതി ആണ് തരുന്നത്. കാരണം ഒരു വർഷത്തേക്കോളം ആവശ്യമുള്ള ഒരു റെഫറൻസ് നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് മുമ്പുള്ളവർ നിർബന്ധമായി അത് എഴുതുക. അത് എഴുതാത്ത ദിവസം നമ്മൾ സ്വീകരിക്കുന്നില്ല. പുതുതായിട്ട് ഉള്ളവർക്ക് നമ്മൾ സ്വീകരിക്കുന്നതാണ്. എല്ലാവർക്കും റെഫറൻസ് നമ്പർ അടുത്ത ദിവസങ്ങളിൽ തരും. നിങ്ങൾ പങ്കെടുത്ത അന്ന് തന്നെ തരണമെന്നൊന്നുമില്ല, ആ ആഴ്ചകളിൽ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിലും അടുത്ത ദിവസങ്ങളിലുമായിട്ട് നിങ്ങൾക്ക് റെഫറൻസ് നമ്പർ തരും. നിങ്ങളുടേതെല്ലാം ഞങ്ങൾ അറ്റൻഡൻസ് ബുക്കിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചില നമ്പറുകൾ, ഇപ്പം ഇന്ന പേര് എത്ര പ്രാവശ്യമുണ്ട് അല്ല അങ്ങനെയൊക്കെ ഉള്ളത്, അതിൽ റെഫറൻസ് എഴുതണമെന്നില്ല. അല്ലാതെ വരുന്ന എല്ലാത്തിനും വാക്കുകൾക്കും റെഫറൻസ്, ബൈബിളിൽ ഉൽപ്പത്തി ഇന്നതിൽ ഇത്ര, അല്ലെങ്കിൽ മത്തായി ഇന്നതിൽ പുസ്തകം ഇത്ര അധ്യായം എന്നെഴുതാൻ മറക്കരുത്. അങ്ങനത്തെ അല്ലാത്തത് ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല. അത് ശ്രദ്ധിക്കുമല്ലോ. ഏകദേശം 2 പേര് മാത്രം അത് എഴുതാതെ നമുക്ക് ഉത്തരം അയച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നാളെ ഇതുവരെ ലഭിച്ചവരുടെ മാർക്കുകൾ നാളെ വൈകിട്ട് 6 മണിക്ക് ലൈവിൽ ഞാൻ വരും. നിങ്ങളുടെ സംശയങ്ങൾ പലരും കഴിഞ്ഞ ദിവസങ്ങൾ ആ ഒന്നാമത്തെ ക്വസ്റ്റ്യനെ കുറിച്ച് മെസ്സേജ് ഇട്ടിരുന്നു. എല്ലാം ഞാൻ ചിലത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. കാരണം എല്ലാവരും ഇട്ടിരിക്കുന്നത് ഒരേ കാര്യമായതുകൊണ്ടാണ് എല്ലാവരുടേത് ഞാൻ പ്രത്യേകിച്ച് എടുക്കാത്തത്. അപ്പം അല്ല എങ്കിൽ ഞാൻ എടുക്കുമായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ തന്നെ നാളെ വൈകിട്ട് 6 മണിക്ക് ലൈവിൽ എത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്ത് ബൈബിൾ കിസ് ഉള്ളത് ചൊവ്വാഴ്ചയാണ്. നമുക്ക് ചൊവ്വാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ് ബൈബിൾ കിസ് ഉള്ളത്. അത് ഒരു അറിയിപ്പായിട്ട് എടുക്കുക. അതുപോലെ തന്നെ ബൈബിൾ കിസിൻ്റെ നിബന്ധനകളുണ്ട്. അതും നിങ്ങൾ ഒന്ന് വായിച്ചറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ബൈബിൾ കിസ് നിബന്ധനയിൽ വച്ച ഒരു കാര്യമാണ്, സമയം 6 മുതൽ 6:25 വരെ വരുന്ന വ്യക്തിക്ക് 10 മാർക്കും അത് കഴിഞ്ഞ് വരുന്ന 7 മാർക്കും ഒന്നാണ്. ആ 7 മാർക്കുള്ളത് നമുക്ക് അറ്റൻഡൻസിൽ രേഖപ്പെടുത്താൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. എല്ലാത്തിൻ്റെ ടൈമുകൾ നോക്കി ചെയ്യുന്നതിൽ മാറ്റം വരും. അതുകൊണ്ട് 6 മുതൽ 6:25 വരെ ഉള്ളവർക്ക് 10 മാർക്കും അല്ലാതെ വരുന്ന എല്ലാവർക്കും 5 മാർക്കുമാണ് വരുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു നമ്പർ കുറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മാർക്കുകൾ മൈനസ് ആകുന്നതായിരിക്കും. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇന്നത്തെ വിജയിയെ പറയുകയാണ്. ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അയച്ചവരുടെ വിജയിയെ പറയുകയാണ്. ഇന്ന് 4 മണിക്ക് വരേണ്ടതായിരുന്നു, അത് വരാൻ പറ്റിയില്ല. ഞങ്ങളുടെ ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയർ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അവിടെ പോയിരുന്നത് കൊണ്ടാണ്. മാക്സിമം സമയം കൃത്യനിഷ്ഠത പാലിക്കുന്നതായിരിക്കും. ഒന്നാമതായി ഏഞ്ചൽ RS 1299 വെള്ളറട ബൈബിൾ ലഭിച്ചിരിക്കുന്ന കൺഗ്രാജുലേഷൻ. ഈ ലഭിക്കുന്ന ഈ മാസം ലാസ്റ്റ് മാത്രമേ കൊടുത്തു തുടങ്ങൂ. അതുകൊണ്ട് നിങ്ങൾ ആ മാസം ലാസ്റ്റ് മുതലാണ് ഞങ്ങൾ അയച്ചു തരുന്നത്. ഓരോ മാസമാകുമ്പോഴാണ് അയച്ചു തരുന്നത്. അത് ശ്രദ്ധിക്കുക. അടുത്തൂടെ ഉള്ളവർക്ക് വന്ന് വാങ്ങാം. അത് നിങ്ങൾക്ക് സൗകര്യം അനുസരിച്ച് വാങ്ങാവുന്നതാണ്. അടുത്ത് രണ്ടാമതായി വാക്യബോർഡ് ലഭിച്ചിരിക്കുന്ന സാറാ തോമസ് പാലക്കാട് 1245 പുതിയ ആളുകളിലൊന്നാണ്. 1245 പാലക്കാട് സാറാ തോമസ്. അടുത്ത് അനിത ഫ്രാൻസിസ് 1218 വെമ്പായം. അടുത്ത് ആഷ്ന ഇവാഞ്ചലിൻ പുതിയ ആളാണ് 1446 പാറശാല വാക്യബോർഡ് ലഭിച്ചിരിക്കുന്നു. കൺഗ്രാജുലേഷൻ. സൂസൻ ജോർജ് 1343 പത്തനംതിട്ട
വാക്യബോർഡിൽ വെച്ചിരിക്കുന്നു. കൺഗ്രാജുലേഷൻ. അതും പുതിയ ആളുകൾപ്പെട്ടതാണ്. നിങ്ങൾ മറ്റുള്ളവരെ കൂടെ പങ്കെടുപ്പിക്കുക. അതുപോലെ കഴിയുമെങ്കിൽ നാളെ 6 മണിക്ക് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് മെസ്സേജായിട്ട് അല്ലെങ്കിൽ ലൈവിൽ മെസ്സേജായിട്ടോ ഇടാം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു.